നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് രാജ്യം അടുത്തിരിക്കുന്നു. ഇന്ന് 6ാം ഘട്ടത്തിൽ 58 മണ്ഡലങ്ങളിൽ ജനം വിധി എഴുതുകയാണ്. ഏതാനും നിമിഷത്തിനുള്ളിൽ തന്നെ അതും അവസാനിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഇതിനോടകം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സർവേ ഫലങ്ങൾ, അഭിപ്രായ വോട്ടെടുപ്പുകളൊക്കെ പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. സ്വതന്ത്ര ഏജൻസികൾ പ്രസിദ്ധീകരിച്ച സർവേ ഫലങ്ങളും ചുരുക്കമായിരുന്നില്ല. മാത്രമല്ല, രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ ഭാഗത്തു നിന്ന് നിർണായകമായ ചില പ്രവചനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള സർവേകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ആര് ജയിക്കും, ആർക്ക് എത്ര ഭൂരിപക്ഷം ലഭിക്കും, ആർക്കൊക്കെ എവിടെയൊക്കെ കാലിടണം തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു പണ്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമം അല്ലെങ്കിൽ ഏതൊരു സ്വകാര്യ ഏജൻസി ആയിക്കോട്ടെ, അവർ സർവേ നടത്തുമ്പോൾ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്, ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ആര് ജയിക്കും, ആര് തോൽക്കും എന്നതിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള സർവേകളല്ല നമ്മൾ കണ്ടുവരുന്നത്. സർവേയുടെ സ്വഭാവം തന്നെ അടിമുടി മാറിയിരിക്കുകയാണ്. മൂഡ് ഓഫ് ദ നേഷൻ അല്ലെങ്കിൽ രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് കൂടുതൽ സർവേകളും ഇക്കുറി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതായത് ആര് ഭരിക്കും, ആര് തോൽക്കും എന്നതിനപ്പുറം സമഗ്രമായ ഒരു വിവരാന്വേഷണം തന്നെയാണ് മിക്ക സർവേ ഏജൻസികളും നടത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ മിക്ക സർവേകളിലും ആവർത്തിച്ച് കണ്ട ചില ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. വോട്ടെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. ഒന്ന് ഫ്രീ ബീസ് ആണ്, പാർട്ടികൾ നൽകുന്ന സൗജന്യങ്ങളാണ്. മറ്റൊന്ന് കാസ്റ്റ് ആൻഡ് റിലിജിയൻ, ജാതി സമവാക്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. മോദി ഫാക്ടർ സ്വാധീനം ചെലുത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്തത് 10 വർഷത്തിനുള്ളിൽ, മോദി ഭരിച്ച കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇതിനും യെസ് ഓർ നോ എന്നുള്ള ഉത്തരം തന്നെ നൽകാൻ ഈ സർവേകളിൽ പങ്കെടുക്കുന്ന ജനങ്ങൾക്ക് സാധിച്ചിരുന്നു. അടുത്ത ചോദ്യം, മോദിക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി ആര് എന്നതായിരുന്നു. മിക്ക സർവേകളിലും ആവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നും ഇതുതന്നെയാണ്, മോദിയുടെ എതിരാളി ആരായിരിക്കുമെന്നത്. അതിനും ഈ സർവേ ഏജൻസികളൊക്കെ നൽകിയിരിക്കുന്ന ചില ഓപ്ഷൻസ് വളരെ ശ്രദ്ധേയമാണ്. രാഹുൽ ഗാന്ധിയുടെ പേരുണ്ട്, അരവിന്ദ് കെജ്രിവാൾ ഉണ്ട്, മമതാ ബാനർജി ഉണ്ട്. ഈ 3 പേരെ മാത്രമാണ് ഏറ്റവും അധികം ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ പേരുകൾ മാത്രമാണ് ഓപ്ഷനായി നൽകിയിരിക്കുന്നത്. അടുത്തത്, എങ്ങനെയായിരിക്കും വിജയം ഉണ്ടാവുക എന്ന ചോദ്യമാണ്. ഒന്ന്, BJP സ്വന്തമായി വലിയ ഭൂരിപക്ഷം നേടി വിജയിക്കും. അടുത്തതായി NDA അധികാരത്തിലെത്തും, പക്ഷേ BJPക്ക് പറയുന്ന ഭൂരിപക്ഷം ഒന്നും കിട്ടാൻ പോകുന്നില്ല. അടുത്തത്, BJP പരാജയപ്പെടും, INDA അധികാരത്തിൽ വരും എന്നതാണ്. മറ്റൊന്ന്, NDA തന്നെ വീണ്ടും അധികാരത്തിലേറും, പക്ഷേ BJPക്ക് ലഭിക്കാൻ പോകുന്നത് വളരെ ചുരുങ്ങിയ ഒരു മെജോറിറ്റി ആയിരിക്കും, ചുരുങ്ങിയ ഭൂരിപക്ഷമായിരിക്കും എന്നതാണ്. ഏറ്റവും ഒടുവിലുള്ള ചോദ്യം എന്തെന്നാൽ, മോദി 75ാം വയസ്സിൽ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ മോദിയുടെ പിൻഗാമിയായി ആരെത്തും എന്ന ചോദ്യമാണ്. സർവേകളിൽ നിരന്തരമായി ജനങ്ങളോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് ഇത് തന്നെയായിരുന്നു. ഇതിന് 3 ഓപ്ഷനുകളാണ് മിക്ക മാധ്യമങ്ങളും നൽകിയത്. ഒന്ന് യോഗി ആദിത്യനാഥ് ആണ്, രണ്ടാമത്തേത് അമിത്ഷായാണ്, 3 ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഈ 3 പേരിൽ ആരായിരിക്കും മോദിയുടെ പിൻഗാമിയായി വരാൻ സാധ്യത എന്നാണ് ഈ സർവേ ഏജൻസികളൊക്കെയും അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളൊക്കെയും ജനങ്ങൾക്ക് മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട ചോദ്യം. ഇക്കണോമിക്സ് ടൈംസ് ഉൾപ്പെടെ സർവേ തയ്യാറാക്കാൻ ഉപയോഗിച്ച ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ സർവേയുടെ മട്ടും ഭാവവും ഒക്കെ മാറിയിരിക്കുകയാണ്. ആര് വിജയിച്ചു, ആര് പരാജയപ്പെട്ടു, എത്ര സീറ്റുകൾ നേടി എന്നതിനപ്പുറത്തേക്ക് സമഗ്രമായ ഒരു വിവരാന്വേഷണത്തിൽ തന്നെയായിരുന്നു ഇത്തവണ മിക്ക സർവേ ഏജൻസികളും ഏറ്റവും അധികം ശ്രദ്ധ പുലർത്തിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.